ഫ്രണ്ട്സ്, വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഇന്ന് വന്നിരിക്കുന്നതും കുർത്തികളുടെ കളക്ഷൻസുമായിട്ടാണ്. ഇന്നലെ ഞാൻ കുറച്ച് നല്ല കുർത്തികളൊക്കെ കാണിച്ചിരുന്നു, പ്രീമിയം ക്വാളിറ്റിയിലുള്ള കുർത്തികൾ. എന്ന് വെച്ചാൽ നേരത്തെ കാണിച്ചത് നല്ലതല്ലെന്നല്ല ഞാൻ പറയുന്നത്. അപ്പം ഞാൻ പറയാറില്ലേ, നമ്മളുടെ റേറ്റിനനുസരിച്ച് മെറ്റീരിയൽ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ സ്റ്റിച്ചിങ് ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും, അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ക്ലോത്ത് വ്യത്യാസം ഉണ്ടാവും, അതിനകത്തുള്ള ബാക്കിയുള്ള നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന വർക്ക് എല്ലാത്തിനും വ്യത്യാസം ഉണ്ടാകും കേട്ടോ. നമ്മളത് റേറ്റ് നോക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇതിന് റേറ്റ് കുറവ് കിട്ടി, അതിന് റേറ്റ് കൂടുതൽ കിട്ടി, അങ്ങനെയൊന്നുമില്ല. നമ്മൾ റേറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നതും കുറച്ച് നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത്. നോക്കിക്കോ, ഇതാണ് പാറ്റേൺ വരുന്നത്. ഇപ്പോഴൊന്നും നമ്മൾ കാണിച്ച ടൈപ്പ് കുർത്തികളൊന്നും അല്ല ഞാനിപ്പോൾ കാണിക്കുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്, ഡിഫറെൻറ്റ് സ്റ്റൈലാണ്, ഡിഫറെൻറ്റ് റേറ്റ് ആണ് കേട്ടോ. ഇതാണ്, ഇങ്ങനെയാണ് വി വരുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വീയിലാണ് ഇത് വന്നിരിക്കുന്നത്, കണ്ടോ. എന്നിട്ട് ഇവിടെ അജരക് പാച്ചാണ് കൊടുത്തിരിക്കുന്നത്, കണ്ടോ. പ്രിൻ്റ് വരുന്നതിൻ്റെ മേളിൽ കൊടുത്തിരിക്കുന്നത് കലംകാരിയാണ് കേട്ടോ. ഈ മെറ്റീരിയൽ വരുന്നത് നല്ല പ്യുവർ കോട്ടൻ്റെ കലംകാരി പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്കിൻ്റെ പോർഷനാണ് ഇപ്പം ഞാൻ കാണിച്ചത്. ഇത് കണ്ടോ, ഇത് സെയിം ആ അജരക് പാച്ച് കൊടുത്തിട്ടുണ്ട്. കുർത്തിയുടെ നീളം നോക്കിക്കോളൂ. ഇത് നേരത്തെ കാണിച്ചതുപോലെ തന്നെ 47 ഈസി ആയിട്ട് ലെങ്ത് കിട്ടുന്ന കുർത്തികളാണ് കേട്ടോ. എല്ലാ കുർത്തിക്കും 47 ലെങ്ത് കിട്ടും കേട്ടോ. ഇങ്ങനെ വരും കുർത്തിയുടെ ഒരു വ്യൂ. ഇച്ചിരിയും കൂടെ ഒരു നല്ല ക്രീമിൽ ഇച്ചിരി ഉള്ള ഒരു ഷെയ്ഡാണ്. ഇത്തിരിയും കൂടെ ഡാർക്കർ, ഇങ്ങനെയൊക്കെ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഞാൻ അടുത്തേക്ക് വരുമ്പോൾ ഒത്തിരി ലൈറ്റായിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 899 ആണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. 899 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് കേട്ടോ. ആണ് ഫസ്റ്റ് കുർത്തി ഷെയ്ഡ് കേട്ടോ. ഇതല്ല ഡാർക്ക് മെറൂണാണ് ഷെയ്ഡ്. ഇതിലും കുറച്ചും കൂടി ഡാർക്കിലാണ് ഷെയ്ഡ് നിൽക്കുന്നത് കേട്ടോ. ഡാർക്ക് ഷെയ്ഡാണ്. ഡാർക്ക് ഷെയ്ഡ് അത്രയും കിട്ടുന്നില്ല. ഒരു ചുമപ്പിലേക്ക് പോയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. അങ്ങനത്തെ ഷെയ്ഡല്ല, നല്ല ഡാർക്കിൽ, അതാ ഓൾമോസ്റ്റ് ഇതെന്ന് പറയും. ഇതിന് കുറച്ചും കൂടി ഡാർക്കിൽ, അതായത് മെറൂണിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ഷെയ്ഡാണ് കേട്ടോ. വർക്ക് എടുത്ത് കണ്ടോളൂ. ഇങ്ങനെയാണ് വർക്ക് വരുന്നത് കണ്ടോ. വി ആണ് നെക്ക് വരുന്നത്. ഫുള്ള് മിറർ വർക്കും ബീഡ്സ് വർക്കുമാണ് കേട്ടോ. ഇത് മുഴുവനും ബീഡ് വർക്കും മിറർ വർക്കും കൂടെയാണ് വന്നിരിക്കുന്നത് കണ്ടോ. നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പം സ്കാറ്റേഡ് ആയിട്ട് ഇങ്ങനെ വരും. ഇതിനകത്ത് ഡള്ളായിട്ടാണ് വീഡിയോയിൽ വരുന്നത്. കളർ കുറച്ച് ഡീപ്പാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് കിട്ടുന്നില്ലേ. അതുപോലെ റെഡ് അല്ല ഇതിൻ്റെ കളറ്, മെറൂണാണ് കളർ കേട്ടോ. റെഡിഷ് മെറൂണിലേക്ക് വന്നിട്ടുള്ള കളറാണ്, റെഡ് കളറല്ല. ഞാൻ കുറച്ച് നിവർത്തി കാണിക്കാം. ഇങ്ങനെയാണ് കുർത്തിയുടെ ഓപ്പൺ. ഇതിപ്പോൾ റെഡായിട്ടാണ് നമുക്ക് കൂടുതൽ കാണുന്നത്, റെഡ് അല്ല കളറ്. അതുപോലെ ക്ലോസർ വ്യൂവിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിൻ്റ് ഏകദേശം കിട്ടും. ഈ ഓരോ പ്രിൻറ്റിൻ്റെ ഉള്ളിലും നോക്കിക്കോളൂ നിങ്ങൾ, ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഈ പ്രിൻറ്റിൻ്റെ ചുറ്റുമായിട്ട് ഈ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്, മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ലീഫിൻ്റെയും ഈ തുമ്പത്ത് ഇതെല്ലാം ബീഡ്സ് വർക്കും മിറർ വർക്കുമാണ്. ഇവിടെയും വിട്ട് വർക്ക് ഉണ്ട്. അതായത് ഓരോ പ്രിൻറ്റിലും നോക്കിക്കോ, ഒരു തിളക്കം കണ്ടുകൂടെ. ആ യോക്ക് പോർഷനിൽ വരുന്ന ഓരോ പ്രിൻറ്റിൻ്റെ ഉള്ളിലും ഇത്രയും പോർഷനിൽ ഫുൾ വർക്കാണ് ഇതിൻ്റെ കേട്ടോ. ഇതിൻ്റെ കളർ ഈ കാണുന്നതല്ല, ഡാർക്കാണ് കളറെന്ന് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ ഇതിട്ട് ആ ഒരു ഡിസൈൻ തന്നെയാണ് പോണത് കണ്ടോ. നെക്കാണ് ഹൈലൈറ്റ് ഇത്. അതുപോലെ താഴേക്കുള്ള വർക്കും. ഇത് നെക്ക് മാത്രമല്ല, ഇത് ഇടുമ്പോൾ തന്നെ എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഫുള്ള് വർക്കാണ് കിട്ടുന്നത്. അത് സൈസാണുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 790 ആണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. 790 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ നെക്ക് പോർഷൻ ഇങ്ങനെയാണ്, ബ്ലാക്കിലാണ് വരുന്നത്. യു നെക്കാണ് കേട്ടോ. യു ആണ് നെക്ക് വരുന്നത് കണ്ടോ. ഇതിൻ്റെ നെക്കിൽ മാത്രം ഇത്രയും പോർഷനിൽ മാത്രമേ ഈ ഒരു ഡിസൈൻ വരുന്നുള്ളൂ കേട്ടോ. ഇത് വർക്കല്ല, ഇത് ഡിസൈനാണ് കേട്ടോ. ഈ കാണുന്ന കളറ് തന്നെ. തുമ്പത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു വർക്ക്, ഹക്കോബയുടെ ഒരു വർക്ക് വെച്ചിട്ടാണ് സ്ലീവ് എൻഡ് ചെയ്തിരിക്കുന്നത്.
ബാക്കി ഇവിടെ മുഴുവനും ഒന്നുമില്ല കേട്ടോ. പിന്നെ എല്ലാം ഇവിടെ മുഴുവനും പ്ലെയിൻ ആയിട്ട്. പിന്നെ ഇതിൻ്റെ വർക്ക് വരുന്നത് താഴത്തേക്കാണ്. നോക്കിക്കേ, ഈ മേളിൽ വരുന്ന ഈ ഡിസൈൻ ഇല്ലേ, അത് തന്നെ താഴെയും വരും കേട്ടോ. ഒരു എന്താ പറയേണ്ടത്, ഒരു കാലിൻ്റെ ഇവിടെ നിന്ന് ഈ ഒരു പോർഷനിൽ നിന്ന് താഴത്തേക്കാണ് ആ ഡിസൈൻ വരുന്നത്. ബാക്കി ഇടയ്ക്കുള്ള ഒരു ഇത്രയും പോർഷനിൽ നമുക്ക് വർക്കില്ല, പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പിന്നെ വർക്ക് വരുന്നത്. നോക്കിക്കേ, വർക്കല്ല ആ ഡിസൈൻ വരുന്നത് കണ്ടോ. അത് നല്ല വീതിക്കുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ നോക്കിക്കോളൂ, ഏറ്റവും താഴെയുള്ള പോർഷനിൽ വീണ്ടും നമുക്ക് ആ സ്ലീവിൽ കൊടുത്തിട്ടുള്ള ഹക്കോബായുടെ ലേസ് കിട്ടും. നല്ല വീതിക്ക്, ഇതാ ഇത്രയും വീതിക്കുണ്ട് കേട്ടോ. ആ പ്രിൻ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇത്രയും വീതിക്ക് നമുക്ക് ലേസ് കിട്ടും. കണ്ടോ, മൊത്തത്തിലൊരു വ്യൂ വരുമ്പോൾ 47 ഇഞ്ച് ലെങ്ത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ കണ്ടുകൂടെ, എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും എത്ര വീതിക്കുണ്ടെന്നും ഒക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അത് ഇങ്ങനെയാണ് വരുന്നത് താഴത്തെ പോർഷൻ. സ്ലീവ് എൻഡിലും ആ ഹക്കോബായുടെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സ്ലിറ്റഡ് കുർത്തിയാണ്, സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ്. ലൈനിങ് ഇട്ടിട്ടാണ് കുർത്തി ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ലൈനിങ് ഒക്കെ ഇട്ട് നല്ല സ്റ്റാൻഡേർഡിൽ ചെയ്തിരിക്കുന്ന കുർത്തിയാണ്. ഇതിനൊക്കെ ഒരു എന്താ പറയേണ്ടത്, ഇട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. അതുപോലെയുള്ള വർക്കുള്ള കുർത്തിയാണിത്. റേറ്റ് വരുന്നത് 990 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. 990 ആണ് റേറ്റ് വരുന്നത്. ഇത്രയും ഹക്കോബ ലാസ്റ്റ് കുർത്തി ഇതാ നോക്കിക്കോളൂ. നല്ലൊരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതാ ഓനിയൻ കളർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇതാ വി ആണ് നെക്ക് വരുന്നത് കേട്ടോ. ഇതാ ഹക്കോബയിലാണ് കേട്ടോ. വി നെക്ക് വന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഈ വി നെക്കിൻ്റെ താഴെ വരുമ്പം ഇവിടെ ഒരു ബട്ടൺ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. നോക്കിക്കോ, ഇതാണ് കളർ വരുന്നത് കേട്ടോ. കൂടെ കളർ കിട്ടുന്നുണ്ട്. ഇതിൽ കുറച്ചും കൂടെ ഒരു ടോണും കൂടെ ഡാർക്ക് എന്ന് നിങ്ങൾ വിചാരിച്ചോളണം കേട്ടോ. എ ലൈൻ കട്ടിലാണ് കുർത്തി വരുന്നത്. നോക്കിക്കോ, കണ്ടില്ലേ, അങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വരുന്നത്. എ ലൈൻ കട്ടിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ. ില്ല ദാസ് സ്ലീവിൻ്റെ എൻഡിൽ നല്ല പടിയൊക്കെ കൊടുത്തിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്ത് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഹക്കോബയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫുള്ള് ഇതൊരു ഓപ്പണിംഗ് ആണ് ഇവിടെ. പക്ഷേ ഇതിന് ഓപ്പണിംഗ് ആണെങ്കിലും ഇത് ഫുള്ള് ഈ ബട്ടൺ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ഓപ്പണബിൾ അല്ല, ഓപ്പൺ ചെയ്യാൻ പറ്റത്തുമില്ല കേട്ടോ. താഴെ വരെ ആ ബട്ടൺ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. എന്നിട്ട് താഴെ മാത്രം ഇവിടെ ഇത്രയും ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഉള്ളിൽ കാണുന്നത് ഇതിൻ്റെ ലൈനിങ് ആണ് കേട്ടോ. ഇത് റേറ്റ് വരുന്നത് 1090 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. 1090 വരുന്ന നല്ല സൂപ്പർ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കുർത്തിയാണ്. പാറ്റേണിൽ വന്നിട്ട് നോക്കിക്കേ, ഇത് ബ്ലൂ ആണ് ഇതിൻ്റെ ഷെയ്ഡ് കേട്ടോ. അതാ നോക്കിക്കേ, ബ്ലൂ അജ്രക് പാറ്റേണിൽ നിറച്ചതാ മിറർ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടുകൂടെ, മിറർ വർക്കും ബീഡ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. മോളിൽ ഒരു ഇത്രയും ഒരു പാച്ച് കൊടുത്തിട്ട് വേറെ ഒരു ഡിസൈനാണ് ഫുള്ള് യോക്ക് പോർഷനിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ്, കണ്ടില്ലേ. ഇതിപ്പോൾ ഈ ഒരു സെയിം കളർ തന്നെയാണ് കേട്ടോ. നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂവിൻ്റെ കളറാണ്, നല്ല ഒതുങ്ങി നിൽക്കുന്ന കളറാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഒരു റെഡ് ഔട്ട്ലൈനും കൊടുത്തിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ. ഇത് കുർത്തി നിവർത്തി വരുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത്. ഇങ്ങനെയാണ് കണ്ടോ. ബ്ലൂവിനകത്ത് താഴേക്കുള്ള പ്രിൻ്റ് നോക്കിക്കോ, ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരും. നീളം നോക്കിക്കോ, എൻ്റെ കുർത്തിനേക്കാളും ഒക്കെ നീളമുണ്ട്. നിങ്ങൾക്ക് കണ്ടുകൂടെ, കണ്ടോ. ഇത്രയും നീളമുണ്ട് കേട്ടോ. 47 ഇഞ്ച് ഈസി ആയിട്ട് നീളമുണ്ട്. 47ലും മിച്ചം കിട്ടും. ഇതാണ് പ്രിൻ്റ് വരുന്നത്. ഇങ്ങനെയാണ് യോക്ക് പോർഷൻ വരുന്നത്. സ്ലീവ് ഇങ്ങനെ വരും. സ്ലീവിൻ്റെ തുമ്പത്തും തയ്യപ്പടി പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ നെക്കിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. നല്ല പ്യുവർ കോട്ടൺ ആണ്. നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. അതിനകത്ത് ഫുള്ള് ലൈനിങ് ഒക്കെ നന്നായിട്ട് ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. നല്ല ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള കുർത്തി വരുന്നത്. ഇതിൻ്റെ എല്ലാ സൈസസും അവൈലബിൾ ആണ്. നല്ലൊരു യു നെക്കാണ് വരുന്നത്. ഇതിപ്പം 44 ആണ് സൈസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 790 ആണ് കേട്ടോ. 790 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എല്ലാ സൈസും ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട്. അത് ഈ കളറാണിത്. ചെറുപയർ പച്ചയുടെ കളറാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. നോക്കിക്കേ, സെയിം വർക്കും സെയിം ആ മിറർ വർക്കും ബീഡ് വർക്കും. ആ മിറർ വർക്കിൻ്റെ കൂടെ കണ്ടോ നല്ല ഒരു റെഡ് ത്രെഡും കൊണ്ട് നല്ലൊരു ഔട്ട്ലൈൻ പോലെ ആ മിററിനകത്ത് കൊടുത്തിട്ട് അതിനെയൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇവിടുത്തെ വർക്കൊക്കെ നോക്കിക്കേ, ഫുള്ള് ബീഡ്സും കൊണ്ടുള്ള വർക്കാണ് കേട്ടോ.
ക്ലോസർ ലുക്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുള്ള് ബീഡ് വർക്കാണ്. ഇവിടെ നല്ല ഹെവി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മളുടെ ക്യാമറയിൽ അത്രയും അത് വരുന്നുണ്ടാവില്ല കേട്ടോ. ഇവിടെ മുഴുവൻ ഹെവി വർക്കാണ്. ഈ യോക്ക് പോർഷൻ എന്താ ഇത്രയും ഒരു പോർഷൻ കുറച്ചും കൂടെ ഉണ്ട് ഇങ്ങോട്ട് കണ്ട. ഇത്രയും പോർഷനിൽ ഹെവി വർക്കാണ് വരുന്നത്. ഇതെല്ലാം വർക്ക് നല്ല നീളമുണ്ട്, നല്ല വീതിയുണ്ട്. ഇതൊക്കെ നമുക്ക് വെക്കുമ്പോഴേ അറിയാം കണ്ടോ. നല്ല നീളവും വീതിയും ഒക്കെയുള്ള നല്ല മെറ്റീരിയലാണ് കണ്ട. ഇതിനകത്തൊന്നും ഒരു നീളത്തിൻ്റെയോ അല്ലെങ്കിൽ വിഡ്ത്തിൻ്റെയോ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് രണ്ടും 44 ആണ്. ഇതിൻ്റെ എല്ലാ സൈസസും അവൈലബിൾ ആണ് കേട്ടോ. അതൊരു ബ്ലൂ ഷെയ്ഡിൽ വരും, ഇതൊരു ചെറുപയർ പച്ചയുടെ നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ. രണ്ടും നല്ല ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെയും റേറ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ. രണ്ടെണ്ണത്തിനും 790 ആണ് രണ്ടിൻ്റെ റേറ്റ് വരുന്നത്. അകത്ത് ഒരു കുർത്തിയും കൂടെയാണുള്ളത്. അതൊരു ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്ന കുർത്തിയാണ്. അതാ നോക്കിക്കോളൂ. കുറച്ചും കൂടെ ട്രെൻഡി ആയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് കുർത്തിയാണ്. നോക്കിക്ക് കണ്ടോ. അതിൻ്റെ വർക്ക് നോക്ക്. നല്ല ഒരു ബീഡ് വർക്ക്. ഇതാ ഗോൾഡൻ, അങ്ങ് തെറിച്ച് നിൽക്കുന്ന ഗോൾഡൻ അല്ല, ബീഡ് വർക്കും മിറർ വർക്കും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് ചെയ്തിരിക്കുന്നത്. വി നെക്കിലാണ് വരുന്നത്. നെക്കിൻ്റെതായി ഇങ്ങനെ വർക്ക് കൊടുത്തിട്ട് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി നെക്കാണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ ഒരു ആലിയ കട്ട് മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അതുപോലെ തന്നെ നല്ല ഒരു ഫ്ലോറൽ പ്രിൻറ്റ്, നല്ല ഒരു ആഷ് കളറിൽ ഒരു ഡിസ്ചാർജ് പ്രിൻറ്റ്, നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്കുള്ള കുർത്തിയാണിത് കേട്ടോ. ഇതൊക്കെ കണ്ടോ, പ്ലീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഇതിവിടെ ഇങ്ങനെ കണ്ട, ഇവിടെയും ആ സെയിം വർക്ക് കണ്ടോ. ഇതാ ഞാൻ പറഞ്ഞ ഒരു ആലിയ കട്ടിൻ്റെ മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതാ കണ്ടോ. ഇങ്ങനെ വരും. എന്നിട്ട് ഇതാ പ്ലീറ്റ്സ് ആണ് താഴത്തേക്ക് പോയിരിക്കുന്നത് കണ്ടോ. സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ബോഡിയിൽ നല്ല ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല. അതായത് ഇതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇത് കണ്ടോ മിന്നി നിൽക്കുന്നത്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്കാറ്റേഡ് ആയിട്ട് ആ മിറർ വർക്ക് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി നെക്കാണ് കേട്ടോ. ഇത് കുറച്ചൊരു പടർന്ന് കിടക്കുന്ന ടൈപ്പ്. പടർന്ന് മീൻസ് കുറച്ചും കൂടെ ഒരു എന്താ പറയേണ്ടത്, പ്ലീറ്റ്സിൽ കിടക്കുന്ന ടൈപ്പാണ്. കണ്ടോ, ഉള്ളിൽ ലൈനിങ് ഉണ്ട് കേട്ടോ. ലൈനിങ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നീളം ഇതുപോലെ തന്നെ 46, 47 ഈസി ആയിട്ട് നീളം കിട്ടും കേട്ടോ. ഒരു 47 കിട്ടും. കണ്ടില്ലേ ഇതിൻ്റെ ഒരു പാറ്റേൺ കണ്ടില്ലേ, ഇങ്ങനെ വരും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 990 ആണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. ഇതൊരു നല്ല അടിപൊളി കുർത്തിയാണ്. നല്ല അടിപൊളി മെറ്റീരിയലുമാണ്. കണ്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. 990 ആണ് റേറ്റ് വരുന്നത്. ഇതിനെല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് ഒരു 40 രൂപ വെച്ച് എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കുർത്തികൾ. ഞാനൊരു 5-6 ടൈപ്പ് കാണിച്ചു. എല്ലാത്തിൻ്റെയും സൈസസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇന്ന് കാണിച്ചിരിക്കുന്നത് കുറച്ച് പ്രീമിയം റേഞ്ചിലുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ എന്താണ് പറയേണ്ടത് ഡ്യൂറബിലിറ്റിയും അത്രയും നാളും അത് നിൽക്കും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ഉള്ള കുർത്തികളാണ് കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഒട്ടും വൈകണ്ട, വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തോളൂ. നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ സ്വന്തമാക്കിക്കോളൂ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.